അന്തരിച്ച മുതിർന്ന നേതാവിനെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, AICC സെക്രട്ടറി TN പ്രതാപൻ എന്നിവർ അനുസ്മരിച്ചു. ഏറെ ദുഃഖമുണ്ട് മാധവേട്ടൻ്റെ വിയോഗത്തിൽ. നമുക്കറിയാം, മാധവേട്ടൻ മുൻ MLA, മണലൂർ മുൻ MLA, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം DCC വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കേറെ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ ഒരു വെൽവിഷർ കൂടിയായിരുന്നു മാധവേട്ടൻ. അതുകൊണ്ട് തന്നെ മാധവേട്ടൻ്റെ വിയോഗത്തിൽ ഏറെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. മാധവേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾക്കൊരു മാർഗദർശി പോലെയാണ്. കാരണം പ്രതിസന്ധികൾ അതിജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവം പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹമില്ലാത്ത ഒരു ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വലിയ ശൂന്യതയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഏതൊരു കാര്യത്തിലും എത്ര വലിയ പ്രയാസങ്ങളെ നേരിടേണ്ട കാര്യമായാലും അവിടെയൊക്കെ നേരിട്ട് ഓടിയെത്താൻ ഈ കാലഘട്ടത്തിൽ പോലും, ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും ഓരോ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരികയാണ്. ഏതൊരു സമയത്തും വരികയും ആ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ എല്ലാം പാർട്ടിയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒന്നായിട്ട് തന്നെ എന്നും നിലനിൽക്കും. വളരെ കഠിനാധ്വാനത്തിലൂടെ ഒരു സാധാരണ ജീവിത ചുറ്റുപാടിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ വികാരം ഹൃദയത്തിൽ തട്ടി വന്ന ആളാണ് ശ്രീ PA മാധവൻ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച കാലം, പ്രത്യേകിച്ച് ബസ്സിൽ പോയി പട്ടിണി കിടന്ന് സാധാരണ പ്രവർത്തകൻ്റെ തോളിൽ കൈയിട്ട് അവരെ കൂടെ നടന്ന് ഇന്ന് കാണുന്ന ഈ ആധുനിക ലോകത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തെ ത്യാഗം സഹിച്ച തലമുറയിൽപ്പെട്ട ആൾ കൂടിയാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി വരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ശ്രീ മാധവേട്ടൻ. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയും പുതിയ തലമുറയെയും കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ പ്രോത്സാഹനം കാണിക്കുന്ന ആളാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായും വളരെയേറെ ആത്മബന്ധമുണ്ടായിരുന്നവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, അതോടൊപ്പം തന്നെ ആരുടെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ പറയാൻ ആർജവത്വം കാണിക്കുന്ന ആളും കൂടിയായിരുന്നു മാധവേട്ടൻ. പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ഈ അപകടത്തോടു കൂടിയ മരണം തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് വലിയ നഷ്ടമാണ്. ഞങ്ങളുടെ നേതൃനിരയിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. മാധവേട്ടന് ഇതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. അത് ഏത് കാലത്തും അദ്ദേഹം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിനകത്ത് സ്വന്തം ജ്യേഷ്ഠനെ പോലെ, സഹോദരനെ പോലെ ജീവിക്കും എന്നും.